കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഓരോ നക്ഷത്രക്കാരുടെയും സാമ്പത്തിക ഭാവം എപ്രകാരമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നാം ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. നക്ഷത്രവും ജന്മരാശിയും അനുസരിച്ച് ഓരോ വ്യക്തികളുടെയും കർമ്മഭാവവുമായിട്ടും അതിലൂടെ നേടിയെടുക്കുന്ന സമ്പത്തുമായിട്ടും ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത് ഓരോ നാളുകാർക്കും തങ്ങളുടെ കർമ്മരംഗത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിനും ധനസമ്പാദനത്തിനും വളരെയധികം സഹായകരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുണർദം നക്ഷത്രക്കാർ, ഇവർ അന്യദേശത്തും വിദേശത്തുമെല്ലാം സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണ് കൂടുതലും കണ്ടുവരുന്നത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ സ്വന്തം നിലയിൽ ചെയ്യുന്ന വലിയ ഷോപ്പുകൾ, കൺസ്ട്രക്ഷൻ ബിസിനസ്സുകൾ, ടെക്സ്റ്റൈൽ ബിസിനസ്സുകൾ ഇവയെല്ലാം വളരെയധികം ശോഭിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിലും സ്വന്തമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വാഹന സംബന്ധമായ ബിസിനസ്സുകൾ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകൾ ഇവയെല്ലാം നന്നായി ശോഭിക്കാറുണ്ട്. സ്വന്തം ആസൂത്രണത്തിൽ നടപ്പിലാക്കുന്ന ബിസിനസ്സുകൾ കൊണ്ട് സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും വളരെയധികം ശോഭിക്കുന്നതിന് ഇവർക്ക് യോഗമുള്ളവരാണ്. എന്തായാലും ബിസിനസ് മേഖലയെക്കുറിച്ച് നന്നായി പഠിച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നതായാൽ എല്ലാവിധ പുരോഗതിയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അഷ്ടലക്ഷ്മി പൂജ നടത്തുന്നത് വളരെയധികം ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം വെൺപത്മരാഗ കല്ല് ധരിക്കുന്നത് മറ്റ് വിശ്വാസികളെ സംബന്ധിച്ച് നന്നായിരിക്കും. പൂയം നക്ഷത്രക്കാർ ഗവൺമെൻറ് തലത്തിലും മറ്റ് അർദ്ധ സർക്കാർ തലത്തിലും വളരെ പ്രധാനപ്പെട്ട ഉയർന്ന ജോലികളിൽ എത്തിച്ചേരുന്നവരാണ്. മിക്കപ്പോഴും ഭരണരംഗവുമായി ബന്ധപ്പെട്ട് ഉന്നത അധികാരമുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നവർ പൂയം നാളുകാരായിരിക്കും. ഔദ്യോഗിക മേഖലയുമായി ബന്ധപ്പെട്ട് സമർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ സ്ഥാനവും ധനവും നേടിയെടുക്കുവാൻ പൂയം നാളുകാരെ കൊണ്ട് പൊതുവെ സാധിക്കാറുണ്ട്. പൂയം നക്ഷത്രക്കാർ രാജഗോപാലം എന്ന പൂജ നടത്തുന്നതും അതോടൊപ്പം വളരെ വിശേഷപ്പെട്ട മുത്ത് എന്ന രത്നം ധരിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ സർക്കാർ തലത്തിലും അർദ്ധ സർക്കാർ തലത്തിലും പ്രധാനപ്പെട്ട ജോലി സ്ഥാനങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. സമർത്ഥമായ വിദ്യാഭ്യാസവും അതിലേറെ കണക്കുകൂട്ടലുകളോടുകൂടിയ പരീക്ഷകളുടെ തയ്യാറെടുപ്പും നിമിത്തം എത്ര ഗൗരവമേറിയ തൊഴിൽ സ്ഥാനത്തും അനായാസം എത്തിച്ചേരുന്നതിന് ആയില്യം നാളുകാർക്ക് പൊതുവെ സാധിക്കാറുണ്ട്. അതോടൊപ്പം രത്നക്കല്ലുകളുടെ വ്യാപാരം, ഓർണമെൻറ്റ്സ്, വ്യത്യസ്തങ്ങളായ ഫാഷൻ ആഭരണങ്ങളുടെ വ്യാപാരം, കോസ്മെറ്റിക്സ് ആൻഡ് ജുവൽസ്, അണിഞ്ഞൊരുങ്ങുന്നതിനുള്ള സൗന്ദര്യ സംവർദ്ധ വസ്തുക്കളുടെ വ്യാപാരം തുടങ്ങിയ മേഖലയിലുമെല്ലാം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ആയില്യം നാളുകാരെ കൊണ്ട് സാധിക്കാറുണ്ട്. ആയില്യം നക്ഷത്രക്കാർ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി നാഗലക്ഷ്മി പൂജ നടത്തുന്നതും അതോടൊപ്പം മാണിക്യം അഥവാ റൂബി എന്ന രത്നക്കല്ല്
ധരിക്കുന്നതും വളരെയധികം പ്രയോജനകരമാണ്. മകം നക്ഷത്രക്കാർ ഔദ്യോഗിക രംഗങ്ങളിലൂടെ വളർന്നു വരുന്നവരാണ്. ചിട്ടയോടുകൂടിയ പഠനം കൊണ്ടും വളരെ ക്ലേശം സഹിച്ച് വളരെ ഏകാഗ്രതയോടെയും ജാഗ്രതയോടെയും ചെയ്യുന്ന പരീക്ഷാ തയ്യാറെടുപ്പുകൾ കൊണ്ടും ഉന്നതമായ പരീക്ഷകൾ വിജയിച്ച് നല്ല ഉദ്യോഗങ്ങളിൽ എത്തിച്ചേരുന്നതിൽ സമർത്ഥരാണ് മകം നക്ഷത്രക്കാർ. ബിസിനസ് മേഖലയിൽ എത്തുന്നവർ അധികവും ടെക്സ്റ്റൈൽസ് ബിസിനസ്, തുണി വ്യാപാരത്തിലാണ് സാമർഥ്യം കാട്ടാറ്. അതും ദൂരെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സവിശേഷമായ തുണിത്തരങ്ങൾ എടുത്ത് സ്വന്തം ജന്മനാട്ടിലെത്തിച്ച് വ്യാപാരം ചെയ്യുന്ന പ്രക്രിയയിൽ ഇവർ വളരെ സമർത്ഥരായി തീരാറുണ്ട്. അതിനാൽ നന്നായി ആലോചിച്ച് തിരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്ന വ്യാപാരത്തിലൂടെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ മകം നാളുകാരെ കൊണ്ട് സാധിക്കും. സ്വന്തം ഗൃഹത്തിൽ ഒരു ഗൃഹലക്ഷ്മി പൂജ നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ശരിയായ രീതിയിൽ നവരത്ന ലോക്കറ്റ് കഴുത്തിൽ ധരിക്കുന്നതും ഭാഗ്യപ്രദമാണ്. പൂരം നക്ഷത്രക്കാർ ജന്മനാട്ടിൽ നിന്ന് അകന്ന് വിദൂര സംസ്ഥാനങ്ങളിൽ ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ വലിയ വ്യവസായശാലകളിലും അധികാര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നതിനുള്ള അവസരം പൂരം നാളുകാർക്ക് ലഭിക്കാറുണ്ട്. ബിസിനസ് മേഖലയിൽ എത്തിപ്പെടുന്നവർ ഇരുമ്പ്, സ്റ്റീൽ, യന്ത്രോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് രംഗത്ത് വളരെയധികം ശോഭിക്കാറുണ്ട്. ശരിയായ രീതിയിൽ ആലോചിച്ച് നടപ്പിലാക്കുന്ന ബിസിനസ് രംഗവും വളരെയധികം വിജയത്തിലെത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ലക്ഷ്മി വിനായക പൂജ ചെയ്ത് ദൈവാധീനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ നാളുകാർ ബിസിനസ് രംഗത്ത് ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും. പേൾ അഥവാ മുത്ത് എന്ന രത്നക്കല്ല് മോതിരമാക്കി ധരിക്കുന്നത് വളരെയധികം ഭാഗ്യപ്രദവുമാണ്. ഉത്രം നക്ഷത്രക്കാർ ശരിയായ രീതിയിലുള്ള പഠന നിലവാരം കൊണ്ടും വളരെ ഏകാഗ്രതയോടെയും ചിട്ടയോടെയും നടപ്പിലാക്കുന്ന പരീക്ഷാ പരിശീലനത്തിലൂടെയും വളരെ ദുർഘടം പിടിച്ച പരീക്ഷകളും ടെസ്റ്റുകളുമൊക്കെ സാവധാനം ജയിച്ച് സമൂഹത്തിൽ ഉന്നത പദവികളിൽ എത്തിച്ചേരാറുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാൻ ഈ നാളുകാർക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. സ്വന്തമായ ബിസിനസ്സിനെ പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഗൈഡുകൾ, ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട്ബുക്കുകൾ, മറ്റ് പഠന ഉപകരണങ്ങൾ ഇവയുടെ വ്യാപാരവും ഈ നാളുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ നേടിക്കൊടുക്കാറുണ്ട്. വിദ്യാരാജഗോപാലം എന്ന പൂജാക്രിയ സ്വന്തം ഗൃഹത്തിലോ മറ്റെവിടെയെങ്കിലുമോ നടത്തുന്നത് വളരെ ഭാഗ്യപ്രദമാണ്. അതോടൊപ്പം ശുദ്ധമായ മരതകരത്നം ധരിക്കുക, അതും ഉത്തമമാണ്. അത്തം നക്ഷത്രക്കാർ സർക്കാർ തലത്തിലും മറ്റ് സ്വകാര്യ മേഖലയിലും സാമാന്യം മെച്ചപ്പെട്ട ജോലി സ്ഥാനങ്ങളിൽ പ്രവേശിക്കാറുണ്ട്. ഇങ്ങനെ ജോലി ചെയ്ത് ജീവിതത്തിൽ ശരിയായ കണക്കുകൂട്ടലുകളോടുകൂടി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് നല്ല സമ്പാദ്യമുണ്ടാക്കുവാൻ ഇക്കൂട്ടർക്ക് സാധിക്കാറുമുണ്ട്. എന്നാൽ സ്വന്തമായി പ്രയത്നിക്കുന്നവരുടെ കാര്യം പറയുമ്പോൾ കലാരംഗത്ത് ചുവടുറപ്പിക്കുകയും അതിലൂടെ വളരെ അധികം നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നവരുമാണ് ഈ നാളുകാർ. കലാരംഗവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ബിസിനസ്സുകളിലൂടെയും ഇവർ വളരെയധികം സാമ്പത്തിക പുരോഗതി കൈവരിക്കാറുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വളരെ കണക്കുകൂട്ടലുകളോടുകൂടി ചെയ്യപ്പെടുന്ന സ്വന്തമായ ബിസിനസ്സുകൾ പലപ്പോഴും പരിധിയില്ലാത്ത വരുമാനവും നേട്ടങ്ങളും ഇവർക്ക് നേടിക്കൊടുക്കാറുണ്ട്.
മഹാത്രിപുരസുന്ദരി പൂജയോ ശ്രീചക്ര പൂജയോ ഗൃഹത്തിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം ശ്രീചക്രം ലോക്കറ്റായി കഴുത്തിൽ ധരിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർ അധ്യാപന രംഗത്തും കലാരംഗത്തും സമർത്ഥരായി കാണപ്പെടുന്നു. ചിത്തിരക്കാരായ അധ്യാപകർ വളരെയധികം വിജയങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പ്രശസ്തരായ അധ്യാപകരെന്ന് പേരെടുക്കുന്നതോടൊപ്പം ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ സ്വന്തം നിലയിൽ ട്യൂഷൻ പ്രസ്ഥാനങ്ങളിലൂടെയും സ്വകാര്യ വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെയും വളരെയധികം ധനവും കീർത്തിയും നേടുന്നതിന് ചിത്തിര നാളുകാർക്ക് സാധിക്കാറുണ്ട്. അതോടൊപ്പം കലാരംഗത്തും ചിത്തിര നാളുകാർ ശോഭിക്കാറുണ്ട്. സിനിമ, നാടകം, സംഗീതരംഗം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിർണായകമായ ചുവടുവയ്പ്പുകളാണ് പലപ്പോഴും ചിത്തിര നാളുകാർ നടത്താറുള്ളത്. എല്ലാ കാര്യങ്ങളിലും സൗഭാഗ്യം കൈവരിക്കുന്നതിനായി ഒരു ലക്ഷ്മി വിനായക പൂജ ഗൃഹത്തിൽ നടത്തേണ്ടത് അനിവാര്യമായി കാണുന്നു. അതോടൊപ്പം ചുവപ്പ് പവിഴക്കല്ല് ലോക്കറ്റിലാക്കി ധരിക്കുന്നതും ഉത്തമമാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.